അവൻ പാർക്കിലൂടെ നടന്നു. എങ്ങനെ പറയും? ഹി വാക്ക്ഡ് ഡാഷ് ദ പാർക്ക്. അപ്പം ഇങ്ങനത്തെ സെൻറ്റൻസിലൊക്കെ നമുക്ക് പൊതുവെ പ്രപ്പസിഷൻസ് കൺഫ്യൂഷൻ വരും. അതിൽ കോമൺ ആയിട്ട് കൺഫ്യൂഷൻ വരുന്ന പ്രപ്പസിഷൻസ് ആണ് അക്രോസ്, ത്രൂ, അബവ്, ഓവർ, ഓൺ. ചില സമയത്ത് ഇതൊക്കെ കൺഫ്യൂഷൻ വരും അല്ലേ? ഈ ഓൺ എന്ന് പറഞ്ഞത് നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻ, ഓൺ, അറ്റ് എന്ന് പറഞ്ഞിട്ട്. പ്രപ്പസിഷൻസ് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കാണുക കേട്ടോ. ഒരു തവണ കണ്ടാൽ നമുക്ക് ഈ സംഭവങ്ങൾ ക്ലിയർ ആവും. അപ്പോൾ പിന്നെ നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ടെൻഷൻ വരില്ല. ടെൻഷൻ എപ്പോഴും വരിക നമുക്ക് ഇതറിയാത്തപ്പോൾ കൺഫ്യൂഷൻ ഉള്ളപ്പോഴല്ലേ. നമുക്ക് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ അതേപോലെ തന്നെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ക്ലിയർ ആക്കാമെന്ന് വിചാരിച്ചു. തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു ഇംഗ്ലീഷ് കോഴ്സ് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വെബ്സൈറ്റിലുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഇമെയിൽ അയച്ചാൽ മതി, എല്ലാ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരാം കേട്ടോ. ഹി വാക്ക്ഡ് അക്രോസ് ദ പാർക്ക്. അല്ല, ഒരു സൈഡിൽ നിന്ന് വേറെ സൈഡിലേക്ക് മുറിച്ച് കുറുകെ പോവുക. അതാണ് കുറുകെ പോവുക എന്ന് പറയില്ല, അതാണ് അക്രോസ്. ഹി വാക്ക്ഡ് അക്രോസ് ദ പാർക്ക്. ഒരു പേപ്പർ എടുത്തിട്ട് ആ പേജിൻ്റെ കുറുകെ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഐ ഡ്രൂ എ ലൈൻ അക്രോസ് ദ പേജ്. ഓക്കെ. ഇനി നമ്മൾ കോമൺ ആയിട്ട് അക്രോസ് ഉപയോഗിക്കുന്നത് അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി പടർന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് എ സ്മൈൽ സ്പ്രെഡ് അക്രോസ് ഹെർ ഫേസ്, അങ്ങനെ ഉപയോഗിക്കും. എ സ്മൈൽ സ്പ്രെഡ് അക്രോസ് ഹെർ ഫേസ്. നമ്മൾ മലയാളത്തിൽ അവളുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു അങ്ങനല്ലേ പറയാം, അല്ലേ? പക്ഷേ ഇംഗ്ലീഷിൽ സ്പ്രെഡ് അക്രോസ് ഹെർ ഫേസ് കേട്ടോ. നമ്മൾ ഒരു ഫെറിയിൽ ആ റിവർ ക്രോസ് ചെയ്തു, അല്ലെങ്കിൽ റിവറിൽ നമ്മൾ ഇവിടുന്ന് ഈ വശത്ത് നിന്ന് അങ്ങോട്ടേക്ക് പോയി ഒരു ഫെറിയിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട്, ഫെറി എന്നറിയില്ലേ, ഒരു ചെറിയ സംഭവം, നമ്മൾ ബോട്ടൊക്കെ പോലെ പുഴയുടെ കുറുകയൊക്കെ കടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഭവമാണ് ഫെറി. വി ടുക്ക് എ ഫെറി അക്രോസ് ദ റിവർ കേട്ടോ. അപ്പോൾ റിവറിന് കുറുകെ എന്നുള്ള അർത്ഥത്തിൽ. എന്നാൽ ഒരു ചോദ്യം ചോദിക്കാം. നമ്മൾ ഈ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ ഉണ്ടാവില്ലേ കുട്ടികളുടെ, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിശേഷമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു ബാനർ കെട്ടിത്തൂക്കില്ലേ? അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിലേക്ക് വരിക, അല്ലെങ്കിൽ ഓഫീസിലേക്ക് വരിക, അപ്പോൾ നമ്മളൊരു വെൽക്കം എന്ന് പറഞ്ഞിട്ടൊരു ബാനറൊക്കെ കെട്ടില്ലേ? അപ്പോൾ നമ്മൾ മലയാളത്തിൽ ചുമരിന് കുറുകെ ഒരു ബാനർ കെട്ടിയെന്നൊന്നും പറയില്ല. പക്ഷേ ഇംഗ്ലീഷിൽ ഷീ സ്ട്രങ് എ ബാനർ അക്രോസ് ദ വാൾ. ബാനറിൽ വെൽക്കം എന്ന് എഴുതിയിരുന്നു എന്ന് കൂടെ ചേർക്കണമെങ്കിൽ സെയിങ് വെൽക്കം. ഷീ സ്ട്രങ് എ ബാനർ അക്രോസ് ദ വാൾ സെയിങ് വെൽക്കം. അക്രോസ് ദ വാൾ. അപ്പോൾ വാളിൻ്റെ ഒരു സൈഡിൽ നിന്ന് വേറെ സൈഡിലേക്ക് എത്തിയോ, കുറച്ച് സൈഡിലേക്ക് പോയില്ലെങ്കിലോ എന്നൊന്നും ചോദിക്കരുത്. നമ്മൾ പൊതുവെ കെട്ടിത്തൂക്കൊരു സാധനം, അപ്പോൾ അക്രോസ് ദ വാൾ എന്ന് പറയും. പക്ഷേ ചുമരിൻ്റെ മുകളിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഓൺ ദ വാൾ അങ്ങനെയാണ് പറയാം കേട്ടോ. എന്തെങ്കിലും ഒരു സാധനം അതിൻ്റെ മുകളിൽ കെട്ടിത്തൂക്കുന്നതിന് ഷീ സ്ട്രങ് ഇറ്റ് അക്രോസ് ദ വാൾ എന്ന് പറയാം. ഓക്കെ. നമ്മൾ ഒരു പെയിൻറ്റിങ് വാളിൽ തൂക്കി ഓൺ ദ വാൾ അങ്ങനെ പറഞ്ഞാൽ മതി. ആ വ്യത്യാസം മനസ്സിലായോ? ഇത് കുറച്ച് ലെങ്ത്തുള്ളൊരു സാധനമല്ലേ ബാനർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഏകദേശം അപ്പുറത്തെ സൈഡിലേക്ക്, ഇനിയിപ്പോൾ അവിടെ മുട്ടിയില്ലെങ്കിലും അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങി ഇവിടെ വരെയല്ലേ നമ്മൾ ചെയ്യുക. അതുകൊണ്ടാണ് അക്രോസ് ദ വാൾ എന്ന് പറഞ്ഞത് കേട്ടോ. ഇനിയിപ്പോൾ വേറൊരു കേസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എവിടെ നിൽക്കുകയാണ്, ഇപ്പോൾ ഒരു റോഡിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും, അതിൻ്റെ ആ റോഡിൻ്റെ അപ്പുറത്തെ വശത്ത് എന്ന് പറയാൻ വേണ്ടിയിട്ടും നമ്മൾ അക്രോസ് എന്ന് ഉപയോഗിക്കും. ഈ സ്ട്രീറ്റിൻ്റെ തൊട്ട് അപ്പുറത്ത് എന്ന് വെച്ചാൽ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കഫേ ഉണ്ട് അവിടെ. കഫേ എന്താ സംഭവം? കാപ്പിയൊക്കെ കുടിക്കാൻ പോകാൻ പറ്റിയ ഒരു ചെറിയ കാപ്പിയുടെ കട, അതാണ് കഫേ. അപ്പോൾ ദാറ്റ്സ് എ കഫേ റൈറ്റ് അക്രോസ് ദ സ്ട്രീറ്റ്. അപ്പോൾ ഈ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോയാൽ മതി, നിങ്ങൾക്ക് കാണാൻ പറ്റും. റൈറ്റ് അക്രോസ് ദ സ്ട്രീറ്റ് ദാറ്റ്സ് എ കഫേ. ഇനി നമ്മൾ വേറൊരു അക്രോസ് കാണാറില്ല എവിടെയെന്ന് വെച്ചാൽ, നമ്മൾ പത്രത്തിലൊക്കെ നമ്മൾ പറയാറില്ലേ, ഒരുമാതിരി എല്ലാ ന്യൂസ് പേപ്പേഴ്സും, ഈ ലോകത്തുള്ള എല്ലാ ന്യൂസ് പേപ്പേഴ്സിലും ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. ന്യൂസ് പേപ്പേഴ്സ് അക്രോസ് ദ വേൾഡ് റിപ്പോർട്ടഡ് ദിസ് ഇഷ്യൂ, അല്ലെങ്കിൽ റിപ്പോർട്ടഡ് ദ സ്റ്റോറി ഇങ്ങനെ പറയാം. അപ്പോൾ റിപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ അവർ ആ വാർത്ത കൊടുക്കുക എന്നാണ് അർത്ഥം. ആരാ കൊടുത്തേക്കണേ? എല്ലാ ന്യൂസ് പേപ്പേഴ്സും, എല്ലാ പത്രങ്ങളും. ന്യൂസ് പേപ്പേഴ്സ് അക്രോസ് ദ വേൾഡ്, ഈ ലോകത്തിന് ചുറ്റുമുള്ള എല്ലാ ന്യൂസ് പേപ്പേഴ്സും അങ്ങനെയൊക്കെ പറയാൻ വേണമെങ്കിൽ. പക്ഷേ മലയാളത്തിൽ എങ്ങനെ പറയാം? എല്ലാ ന്യൂസ് പേപ്പേഴ്സും കൊടുത്തു അല്ലേ. പക്ഷേ ഇംഗ്ലീഷിൽ എവ്രി പാർട്ട് ഓഫ് എന്നുള്ള അർത്ഥം വരാൻ വേണ്ടിയിട്ട് അക്രോസ് എന്ന് ഉപയോഗിക്കും. ന്യൂസ് പേപ്പേഴ്സ് അക്രോസ് ദ വേൾഡ് റിപ്പോർട്ടഡ് ദ സ്റ്റോറി. അപ്പോൾ അക്രോസ് വരുന്നത് മനസ്സിലായല്ലോ. അക്രോസ് ദ പാർക്ക്, അക്രോസ് ദ റിവർ, മനസ്സിലായോ? ഐ വാക്ക്ഡ് അക്രോസ് ദ പാർക്ക്. അക്രോസ് ദ വേൾഡ്, ലോകത്ത് ചുറ്റും, അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ വരിക. ത്രൂവിൻ്റെ അർത്ഥം എന്താ? നമ്മൾ അക്രോസ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നടന്നു പോവുക ഒരു സ്ഥലത്തിൽ കൂടെ, അങ്ങനെ രീതിയിലല്ലേ ക്രോസ് ചെയ്യുക. പക്ഷേ ത്രൂ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ കൂടെ എന്നാണ് അർത്ഥം. മനസ്സിലായോ? നമ്മൾ പുഴയുടെ ഉള്ളിൽ കൂടെ അല്ലല്ലോ അപ്പുറത്തേക്ക് പോണത്, അല്ലെങ്കിൽ പാർക്കിൻ്റെ ഉള്ളിൽ കൂടെ അല്ലല്ലോ പോണത്. അവിടെയൊക്കെ ക്രോസ്. ത്രൂ എവിടെയാണ് വരിക? എന്ന എക്സാമ്പിൾ വന്നാൽ മനസ്സിലാവും. ഞാൻ
എൻ്റെ വീട്ടിൽ ഒരു പുതിയ കൗച്ച് വാങ്ങിച്ചു, സോഫ പോലത്തെ സാധനം. അപ്പോൾ അത് എൻ്റെ ഡോറിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് പോകണില്ല. അപ്പോൾ ഡോറിൻ്റെ ഉള്ളിൽ കൂടെ എന്ന് പറഞ്ഞില്ലേ, അവിടെയാണ് ത്രൂ പറയാം. ദ കൗച്ച് വുഡിൻ ഗോ ത്രൂ ദ ഡോർ. ഡോറിൻ്റെ ഉള്ളിൽ കൂടെ പോകണില്ല. ഇറ്റ് വുഡിൻ ഗോ ത്രൂ ദ ഡോർ. മനസ്സിലായോ? ഇനി നമ്മൾ എന്തെങ്കിലും ഉള്ളിൽ കൂടെ കയറി പോകുന്നതിനാണ് ഈ ത്രൂ പറയണത്, അല്ലേ? അപ്പോൾ നമ്മൾ ആണി അടിക്കുകയാണ് ഒരാൾ, ഞാനല്ല കേട്ടോ, വേറെ ആൾ, അവൻ ആണി അടിച്ചു. എന്തിൻ്റെ ഉള്ളിൽ കൂടെ? മരക്കഷ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ. ഹി ഹിറ്റ് ദ നെയിൽ ത്രൂ ദ വുഡ്. വുഡിൻ്റെ ഉള്ളിൽ കൂടെ. മനസ്സിലായി? അതാണ് ത്രൂ വരിക. ഓക്കെ, ഇനി ഒരു എക്സാമ്പിളോട് തരാം. അവൾ ബൈനോക്കുലർ വെച്ചിട്ട്, നിങ്ങൾ പ്രേമൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമല്ലേ, ബൈനോക്കുലർ വെച്ചിട്ട് അങ്ങോട്ടേക്ക് നോക്കി. അപ്പോൾ ബൈനോക്കുലറിലൂടെ എന്ന് പറയാൻ വേണ്ടിയിട്ട് ത്രൂ പറയും. ഷി ലുക്ക്ഡ് ത്രൂ ദ ബൈനോക്കുലേഴ്സ്. ഷി ലുക്ക്ഡ് ത്രൂ ദ ബൈനോക്കുലേഴ്സ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ അല്ലേ പോണത് നമ്മുടെ കാഴ്ച. അപ്പോൾ ഷി ലുക്ക്ഡ് ത്രൂ ദ ബൈനോക്കുലേഴ്സ്. ഡോറിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു. ഹി ജസ്റ്റ് വാക്ക്ഡ് ത്രൂ ദ ഡോർ. അങ്ങനെ മനസ്സിലായോ? എന്തെങ്കിലും ഒരു സാധനത്തിന് ഉള്ളിൽ കൂടെ. ജനലിലൂടെ അപ്പുറത്തേക്ക് നോക്കി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ലുക്ക്ഡ് ത്രൂ ദ വിൻഡോ. അപ്പോൾ ത്രൂ മനസ്സിലായോ? ഇനി ചില സമയത്ത് നമ്മൾ ഈ കോടമഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അവ്യക്തമായിട്ട് കാണുക, അല്ലേ? അപ്പോൾ ഏതോ ഒരു രൂപം കണ്ടു അവ്യക്തമായിട്ടെന്ന് പറയണ്ട, പക്ഷേ കോടമഞ്ഞിൻ്റെ ഉള്ളിൽ കൂടെ ഒരു രൂപം കണ്ടു, എങ്ങനെ പറയാം? അല്ലെങ്കിൽ കാണാൻ പറ്റി, എങ്ങനെ പറയും? കാണാൻ പറ്റി എന്ന് പറയാൻ ഷി കുഡ് സീ. ഷീ ആണെങ്കിൽ ഷീ, ഐ ആണെങ്കിൽ ഐ, ആർക്കാന്ന് വെച്ചാൽ അത് കാണാൻ പറ്റി. ഷി കുഡ് സീ എ ഫിഗർ. ഫിഗർ എന്ന് പറയുന്നത് ഒരു രൂപം. ഷി കുഡ് സീ എ ഫിഗർ ത്രൂ ദ ഫോഗ്. ഫോഗിൻ്റെ ഉള്ളിൽ കൂടെ. അപ്പോൾ ക്ലിയർ ആയോ അത്? അങ്ങനെയാണെങ്കിൽ അക്രോസ് ആണോ ത്രൂ ആണോ വരുമോ നിങ്ങൾ പറയണേ. വായിലൂടെ ശ്വസിക്കൂ. എങ്ങനെ പറയും? ബ്രീത്ത് ത്രൂ യുവർ മൗത്ത്. അല്ലെങ്കിൽ മൂക്കിലൂടെ ആണെങ്കിൽ ത്രൂ യുവർ നോസ്. കേട്ടോ, മൂക്കിലൂടെ അല്ലേ, ശ്വാസം അതിൻ്റെ ഉള്ളിൽ കൂടെ അല്ലേ കയറി പോണേ. അപ്പോൾ ത്രൂ മനസ്സിലായല്ലോ. ത്രൂ ദ ഡോർ, ത്രൂ ദ നോസ്, ത്രൂ ദ മൗത്ത്. അല്ലെങ്കിൽ ത്രൂ ദ വിൻഡോയുടെ ഉള്ളിൽ കൂടെ ഞാൻ കണ്ടു. ത്രൂ ദ ബൈനോക്കുലേഴ്സ്. അക്രോസ് ദ പാർക്ക്, അക്രോസ് ദ റിവർ. ഓക്കെ, ക്ലിയർ ആയോ അത്? ഇനി നമ്മൾ ഒരു സ്ഥലത്ത് കൂടെ നടക്കുകയാണ്. ആ സ്ഥലത്തിൽ കൂടെ ഇങ്ങനെ നടക്കുക. ആ സ്ഥലത്തെ കുറുകെ പോവല്ല, അവിടെ കൂടെ ഇങ്ങനെ നടക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു പാർക്കോ അല്ലെങ്കിൽ എയറോ ലാൻഡോ എന്തെങ്കിലും ഇങ്ങനെ ഉള്ളിൽ കൂടെ നമ്മൾ നടക്കുകയാണ്. ആ സ്ഥലത്ത് കൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ എങ്ങനെ പറയും? അവിടെയും നമ്മൾ ത്രൂ എന്ന് ഉപയോഗിക്കും. ഇപ്പോൾ നമ്മൾ മോളിലൊക്കെ പോകാറില്ലേ, നമ്മളിങ്ങനെ ചുമ്മാ ഇങ്ങനെ മോളിലോട് നടന്നു. ഷി വാൻഡേഡ് ത്രൂ ദ മോൾ. മോളിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നടന്നു. ഷീ ആവണ്ട, വി ആവാം, അല്ലേ? ആരാണെങ്കിലും മോളിലൂടെ ഇങ്ങനെ നമ്മൾ ചുമ്മാ നടക്കില്ലേ. അപ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് കൂടി ഇങ്ങനെ നടക്കുന്നതിന് ക്രോസ് ചെയ്ത ഒരു സ്ഥലത്തേക്ക് പോവുകയല്ല പറഞ്ഞത്. മനസ്സിലായോ? വി വാൻഡേഡ് ത്രൂ ദ മോൾ. ഇപ്പോൾ പാർക്കാണെങ്കിലോ, ഇപ്പോൾ പാർക്കിൻ്റെ കുറുകെ നടന്നു എന്ന് പറയാൻ വി വാക്ക്ഡ് അക്രോസ് ദ പാർക്ക്, അല്ലേ? അത് നമ്മളിങ്ങനെ അതിൻ്റെ ചുറ്റുവട്ടം കൂടെ പോകാണ്ട് അതിന് കുറുകെ നടന്നു. പക്ഷേ ഇവിടെ ഞാൻ പറയണത് ആ പാർക്കിലൂടെ ഇങ്ങനെ അലസമായി നടന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് വി വാൻഡേഡ് ത്രൂ ദ പാർക്ക്. മനസ്സിലായോ? ആ വ്യത്യാസം മനസ്സിലാക്കണം. എന്താണ് ത്രൂ വന്നത്, എന്താണ് അക്രോസ് വന്നതെന്ന് മനസ്സിലായോ? അക്രോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറുകെന്ന്. നമ്മളവിടെ ചുറ്റിത്തിരിയാൻ നടന്നില്ല, അതിന് ഉള്ളിൽ കൂടെ നടക്കുമൊന്നുമല്ല. ഉള്ളിൽ കൂടെ നടന്നാലേ കുറുകെ എത്താൻ പറ്റുള്ളൂ. ആ അർത്ഥത്തിലല്ല. നമ്മളിങ്ങനെ ചുമ്മാ നടന്നില്ല, അങ്ങനെ പാർക്കിലൂടെ സഞ്ചരിക്കുകയല്ല പറഞ്ഞത്. നമ്മൾ ജസ്റ്റ് ആ പാർക്ക് ക്രോസ് ചെയ്ത് പോയി എന്ന് പറയാൻ വേണ്ടിയിട്ട് അക്രോസ്. പക്ഷേ അവിടെ കൂടി ഇങ്ങനെ നടന്നു എന്ന് പറയാൻ വേണ്ടി ത്രൂ ഉപയോഗിക്കാം. ആ അർത്ഥ വ്യത്യാസങ്ങൾ മനസ്സിലാക്കണം. ഓരോ സെൻറ്റൻസ് പറയുമ്പോഴും അയാൾ അവിടെ ചുമ്മാ നടന്നതാണോ അല്ല അവിടെ ജസ്റ്റ് ക്രോസ് ചെയ്ത് പോയതാണോ എന്ന് നമുക്ക് മനസ്സിലാവാൻ ഈ പ്രെപ്പസിഷൻസ് ഉപകരിക്കും. അപ്പോൾ വി വാണ്ടേഡ് ത്രൂ ദ പാർക്ക്. അല്ലെങ്കിൽ പുല്ലിൻ്റെ ഉള്ളിൽ കൂടെ ദ സ്നേക്ക് പാസ്ഡ് ത്രൂ ദ ഗ്രാസ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വായുവിൽ കൂടെ പോയത് ത്രൂ ദ എയർ. അങ്ങനെ ത്രൂ ഉപയോഗിക്കും. ഇനി നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ത്രൂ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്, അത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇപ്പം വല്ല കള്ളന്മാരൊക്കെ എന്താ പറയുക, കൊള്ളക്കാർ ഈ പോലീസ് വന്നിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു ബാരിക്കേഡൊക്കെ വെച്ചിട്ട്. പക്ഷേ എന്താ പറയുക, കള്ളക്കടത്ത് മുതലുമായി അവർ അതൊക്കെ ബാരിക്കേഡൊക്കെ തകർത്ത് പോവില്ലേ. അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റോപ്പ് സിഗ്നൽ ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാതെ പോയി എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ത്രൂ ഉപയോഗിക്കും. ദേ ഗോട്ട് കോട്ട് ഡ്രൈവിംഗ് ത്രൂ എ റെഡ് ലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ് ലൈറ്റിന് ഉള്ളിൽ കൂടെ കടന്നു പോയി എന്നല്ല അർത്ഥം. റെഡ് ലൈറ്റ് സിഗ്നൽ അവിടെ ഉള്ളപ്പം നമ്മളവിടെ നിർത്തണം. അങ്ങനെ നിർത്താണ്ട് ആൾ ഷ്യൂ എന്ന് പറഞ്ഞിട്ട് പോയി. അതാണ് ത്രൂ ദ റെഡ് ലൈറ്റ് അല്ലെങ്കിൽ ത്രൂ ദ ബാരിക്കേഡ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിർത്തണം എന്നുണ്ട്, പക്ഷെ നിർത്താണ്ട് ഇവർ പോയി. അവിടെയാണ് നമ്മൾ ത്രൂ ദ ഈ സിഗ്നലോ സ്റ്റോപ്പ് സിഗ്നലോ അല്ലെങ്കിൽ റെഡ് ലൈറ്റോ ഒക്കെ പറയുക.
ആ വ്യത്യാസം മനസ്സിലായല്ലോ. അതും ഒരു കോമൺ യൂസേജ് ആണ്. എന്നുവെച്ചാൽ നിർത്താണ്ട് പോയപ്പോൾ അവരെ പിടിച്ചു, അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ദേ ഗോട്ട് കോട്ട്, പിടിക്കപ്പെട്ടു. ദേ ഗോട്ട് കോട്ട് ഡ്രൈവിംഗ് ത്രൂ എ റെഡ് ലൈറ്റ്. ഈ റെഡ് ലൈറ്റിലൂടെ അവർ നിർത്താണ്ട് ചീറിപ്പാഞ്ഞ് പോയപ്പോൾ പോലീസ് അവരെ പൊക്കി. ഇനി ത്രൂവിന് കുറച്ച് യൂസ് കൂടി ഉണ്ട് കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ ഇതുപയോഗിച്ച് എന്ന് പറയില്ലേ, അങ്ങനെ പറയാനും ത്രൂ ഉപയോഗിക്കും. കൺഫ്യൂഷനായോ? നമുക്ക് അങ്ങനെ ഒരു എക്സാമ്പിൾ ആലോചിക്കാൻ പറ്റുമോ? ഇന്നൊരു കാര്യം യൂസ് ചെയ്തിട്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറയാം. ദ മിലിറ്ററി റൂൾഡ് ദ കൺട്രി ത്രൂ ഫിയർ. അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോൾ മിലിറ്ററി പോട്ടെ, ദ ഗവൺമെൻറ് റൂൾഡ് ദ കൺട്രി ത്രൂ ഫിയർ. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ആരാണ് അവിടെ പേടിച്ചിരിക്കുന്നത്? ഗവൺമെൻറ് ആണോ അതോ ഗവൺമെൻറ് റൂൾ ചെയ്യുന്ന ഈ നാട്ടുകാരാണോ? ആരാ പേടിച്ചിരിക്കുന്നത്? നാട്ടുകാർ. ത്രൂ ഫിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ പേടിപ്പെടുത്തി, ബൈ മേക്കിംഗ് പീപ്പിൾ അഫ്രെയ്ഡ്, അങ്ങനെയാണ് അവർ റൂൾ ചെയ്യുന്നത്. ദ മിലിറ്ററി റൂൾഡ് ദ കൺട്രി ത്രൂ ഫിയർ എന്ന് വെച്ചാൽ അവരെ തോക്ക് പിടിച്ചിട്ട് വേണ്ട, മര്യാദയ്ക്ക് ടാക്സ് അടയ്ക്കും, മര്യാദയ്ക്ക് ഇത് അങ്ങനെ ചെയ്യും, ഇത് പാടില്ല എന്ന് പറഞ്ഞ് അവരെ പേടിപ്പിച്ചിട്ട് ഭരിച്ചു. അപ്പോൾ ഇതെന്താ പ്രശ്നം വെച്ചാൽ, അപ്പോൾ മിലിറ്ററി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം മിലിറ്ററി അങ്ങനെ പേടിക്കില്ലല്ലോ, ആൾക്കാരായിരിക്കും പേടിക്കാന്ന് പറയാം. പക്ഷേ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഈ സെൻറ്റൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി കൺഫ്യൂഷൻ വരും. ദ ഗവൺമെൻറ് റൂൾഡ് ദ കൺട്രി ത്രൂ ഫിയർ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ആകെ പേടിച്ചിട്ടാണ്, നാട്ടുകാരാകെ എന്താ പറയുക ഗുണ്ടാ സംഘങ്ങളായ നാട്ടുകാരാണെന്ന് വിചാരിക്കരുത്. ത്രൂ ഫിയർ എന്ന് വെച്ചാൽ പേടിപ്പെടുത്തിയിട്ട്, എന്താ പറയുക ഭയത്തിലൂടെ ഇവർ കൺട്രി റൂൾ ചെയ്തു. മനസ്സിലായോ? അത് നമുക്ക് ഈ അർത്ഥങ്ങൾ മനസ്സിലാക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇല്ലെങ്കിൽ നമുക്ക് ആരാണ് ഈ പേടിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവില്ല. ഇത് ക്ലിയർ അല്ലേ? ഭയം യൂസ് ചെയ്ത്, ഭയത്തിലൂടെ ആൾക്കാർ ഇവർ റൂൾ ചെയ്തു. ദ ഗവൺമെൻറ് അല്ലെങ്കിൽ ദ മിലിറ്ററി റൂൾഡ് ദ കൺട്രി ത്രൂ ഫിയർ. ക്ലിയർ ആയോ? നമ്മൾ ഇപ്പോൾ ഈ കമ്പനികളൊക്കെ ഉണ്ടാവില്ലേ, അവരുടെ ജോബ് ഓപ്പണിങ്സൊക്കെ അവരൊരു വെബ്സൈറ്റിലിട്ടില്ലേ. അപ്പോൾ നമ്മൾ ഈ വെബ്സൈറ്റ് പോയി നോക്കിയാൽ, ലിങ്ക്ഡിനൊക്കെ നോക്കിയാൽ നമുക്ക് ഇവരുടെ ജോബ് ഓപ്പണിങ്സ് കാണാൻ പറ്റും. ഐ ഹേർഡ് അബൌട്ട് ദ ജോബ് ഓപ്പണിംഗ് ത്രൂ ദ കമ്പനി വെബ്സൈറ്റ്. ഈ ജോലിനെ കുറിച്ച് നീ എങ്ങനെ അറിഞ്ഞെന്ന് ഒരാൾ ചോദിച്ചപ്പോൾ ഉത്തരം പറയാം, ഐ ഹേർഡ് അബൌട്ട് ദ ജോബ് ഓപ്പണിംഗ്. അതിലൂടെ ത്രൂ ദ കമ്പനി വെബ്സൈറ്റ്. അപ്പം ഇതിലൂടെ അല്ലെങ്കിൽ ത്രൂ എ ഫ്രണ്ട്, ഒരു ഫ്രണ്ടിലൂടെയാണ് ഞാൻ അറിഞ്ഞത്, അങ്ങനെ പറയില്ലേ. ഫ്രണ്ട് ഹെൽപ്പ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ആരാണ് നമ്മളെ സഹായിച്ചത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ത്രൂ എന്ന് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അക്രോസ് പഠിച്ചു, കുറുകെ ത്രൂ പല രീതിയിൽ ഉപയോഗിക്കാം. ഉള്ളിലൂടെ പോവുക, അല്ലെങ്കിൽ ഭയം ഉപയോഗിച്ച് അതിന് ത്രൂ ഉപയോഗിക്കാം. ത്രൂ എ ഫ്രണ്ട്, എങ്ങനെയാണ് അറിഞ്ഞത്? ത്രൂ എ ഫ്രണ്ട്, ത്രൂ ദിസ് വെബ്സൈറ്റ്, അങ്ങനെ പറയാം. പിന്നെ റെഡ് ലൈറ്റിൽ നിൽക്കാണ്ട്, ദേ വെൻ ത്രൂ ദ റെഡ് ലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിർത്താണ്ട് പോയി എന്നാണ് അർത്ഥം. ഓക്കെ, അതൊക്കെ ക്ലിയർ ആയല്ലോ. അടുത്ത ആളാണ് ഓവർ അല്ലേ. ഓവർ എന്ന് പറയുമ്പം മൂവ്മെൻറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. മൂവ്മെൻറ്റ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ മൂവ്മെൻ്റ് ഒന്നും കണ്ടില്ലേ? ത്രൂ ദ പാർക്ക്, അക്രോസ് ദ പാർക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ മൂവ്മെൻറ്റ് കണ്ടില്ലേ? ഞാൻ പറഞ്ഞുതരാം. എ ബേർഡ് ഫ്ലൂ ഓവർ ദ ലേക്ക്. ലേക്കിൻ്റെ മുകളിൽ. അപ്പോൾ ഓവർ എന്ന് വെച്ചാൽ എന്തെങ്കിലും മുകളിലാണ് കേട്ടോ, അതാണ് ആദ്യം പഠിക്കേണ്ടത്, എന്തെങ്കിലും മുകളിൽ. പക്ഷേ വേറെ കുറേ വാക്കുകളുണ്ട് ഈ മുകളിൽ. എബവ് എന്ന് ഉപയോഗിക്കാം അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളിവിടെ എബവ് ഉപയോഗിക്കാതിരുന്നത്? എ ബേർഡ് ഫ്ലൂ ഓവർ ദ ലേക്ക്. മൂവ്മെൻറ്റ്. ബേർഡ് അവിടെ ലേക്കിൻ്റെ മുകളിൽ ചെന്നിട്ട് അവിടെ നിന്നില്ല, പറന്നു പോയി. അപ്പോൾ ആ മൂവ്മെൻ്റ് ഇല്ലേ, അതാണ് ഞാൻ പറഞ്ഞ മൂവ്മെൻറ്റ്. ഒന്നിൻ്റെ മുകളിൽ കൂടെ മൂവ് ചെയ്ത് പോകുന്നതിന് ഓവർ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. എ ബേർഡ് ഫ്ലൂ ഓവർ ദ ലേക്ക്. ഓക്കെ, ഇനി ഓവർ ഉപയോഗിക്കുന്ന വേറെ സംഭവം, നമ്മൾ എന്തെങ്കിലും മൂടില്ലേ, ഇപ്പോൾ പുതപ്പിട്ട് മൂടുക, അല്ലെങ്കിൽ നമ്മുടെ സാധനങ്ങൾ പൊടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കവർ ചെയ്യുക, അതിനൊക്കെ നമ്മൾ ഓവർന്ന് ഉപയോഗിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പുട്ട് എ കവർ ഓവർ യുവർ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ മുകളിൽ ഒരു കവർ ഇട്. നമ്മൾ കുറച്ച് ദിവസം അവിടെ ഉണ്ടാവില്ലല്ലോ, പുറത്ത് പോലെ പൊടി പിടിക്കണ്ട. പുട്ട് എ കവർ ഓവർ യുവർ കമ്പ്യൂട്ടർ. അല്ലെങ്കിൽ ഒരു ബ്ലാങ്കറ്റ് ഇട് ഓവർ ഹെർ. ഒരു പുതപ്പിടുക അവളുടെ മുകളിൽ. പനിയുണ്ട് അവൾക്ക്, തണുപ്പടിക്കണ്ട. പുട്ട് എ ബ്ലാങ്കറ്റ് ഓവർ ഹെർ. അവൾ കിടക്കുന്നുണ്ട്, അവളുടെ മുകളിൽ ഒരു ബ്ലാങ്കറ്റ്. അപ്പോൾ കവർ ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. മനസ്സിലായോ? ഓവർ ദ കമ്പ്യൂട്ടർ. ആദ്യം പറഞ്ഞ ഓവർ എന്തായിരുന്നു? ബേർഡ് ഫ്ലൂ ഓവർ ദ ലേക്ക് എന്ന് വെച്ചാൽ ബേർഡ് അവിടെ ലേക്കിൻ്റെ മുകളിൽ കയറി അവിടെ പിന്നെ സ്റ്റോപ്പ് ചെയ്ത് ഇങ്ങനെ നിന്നില്ല, പകരം ഇങ്ങനെ എന്നിട്ട് പോയി എന്നാണ് അർത്ഥം. ആ മീനിങ് അവിടെ വരണമെങ്കിൽ ബേർഡ് ഫ്ലൂ ഓവർ ദ ലേക്ക്. ഓക്കെ, വേറൊരു സംഭവം ഉള്ളത്, അവൻ്റെ മുഖത്ത് മുഴുവൻ ചെളി കവർ ചെയ്തിരുന്നു എന്നുള്ള അർത്ഥത്തിൽ ഓൾ ഓവർ ഉപയോഗിക്കാം. ഹി ഹാഡ് മഡ് ഓൾ ഓവർ ഹിസ് ഫേസ്, അങ്ങനെ പറയും. എന്ന് വെച്ചാൽ മുഖത്ത് നിറയെ ചെളിയായി, അവൻ്റെ ചെളിയായിരുന്നു. ഹി ഹാഡ് മഡ് ഓൾ ഓവർ ഹിസ് ഫേസ്. മഡ് എന്ന് വെച്ചാൽ ചെളി കേട്ടോ. ഫേസ്, ഓൾ ഓവർ ഹിസ് ഫേസ്, മുഖം നിറയെ. ഓക്കെ, ഇനി
നമ്മൾ സമയത്തെക്കുറിച്ച് പറയുമ്പോഴും ഈ ഓവർ ഉപയോഗിക്കും. എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, വേനൽക്കാലത്ത് നീ എന്ത് ചെയ്യായിരുന്നു, സമ്മർ അവധി എന്ന് പറഞ്ഞാൽ വേനൽ അവധിക്ക് നീ എന്ത് ചെയ്യായിരുന്നു. ഈ വേനൽ അവധി എന്ന് പറയുന്നത് സമ്മർ ഹോളിഡേയ്സ് അല്ലേ. വേനൽ അവധിക്ക് നീ എന്ത് ചെയ്യായിരുന്നു, വാട്ട് വേ യു ഡൂയിങ് ഓവർ ദ സമ്മർ ഹോളിഡേയ്സ്. ഓവർ, ആ സമയത്ത്, ഓവർ ദ സമ്മർ ഹോളിഡേയ്സ് എന്ന് പറയാൻ വേണ്ടിയിട്ട്, ഒരു പീരീഡ് ഓഫ് ടൈം പറയാൻ വേണ്ടിയിട്ട് ഓവർ ഉപയോഗിക്കും. വാട്ട് വേ യു ഡൂയിങ് ഓവർ ദ സമ്മർ ഹോളിഡേയ്സ്. ഓക്കെ. ഇനി നമ്മൾ ഓവർ ഉപയോഗിക്കുന്നത്, നമ്മൾ പറയില്ലേ, ഒരു 100-ൽ കൂടുതൽ ആൾക്കാർ ആ ലെക്ചർ അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പോൾ 100-ൽ കൂടുതൽ, ഒരു നമ്പറിനേക്കാളും കൂടുതൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഓവർ 100 അങ്ങനെ പറയാം. അല്ലെങ്കിൽ തന്നെ അതിന് വേറൊരു രീതിയാണ് 100+ എന്ന് എഴുതുക അല്ലേ. 100+ എന്ന് വെച്ചാൽ 100-ലും കൂടുതൽ, ഓവർ 100, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ there were over 100 people at the lecture. ലെക്ചറിൽ 100-ൽ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. there were over 100 people. 100 ഉണ്ടായിരുന്നത്, അല്ല 100-ൽ കൂടുതൽ, ഓവർ 100 people. 100 വരെ ഞാൻ എണ്ണി, ഇപ്പം ഞാൻ എണ്ണിയില്ല. അതുകൊണ്ട് there were over 100 people in the lecture. ഇനി ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓവറിൻ്റെ ഒരു യൂസാണ്. ഓവർ എന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിലേക്ക് എന്നൊരർത്ഥമുണ്ട്. അത് ഭയങ്കര വിചിത്രമല്ലേ അല്ലേ. വെറും ഓവർ, അതിൻ്റെ അർത്ഥം നിങ്ങളുടെ വീട്ടിലേക്ക് എന്നാണ്. ഞാൻ പറഞ്ഞുതരാം. ഐ ഇൻവൈറ്റഡ് സം ഫ്രണ്ട്സ് ഓവർ ഫോർ ഡിന്നർ ടു യുവർ ഹോം. അതാണ് അർത്ഥം. ഓവർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് കുറച്ച് കൂട്ടുകാരെ ക്ഷണിച്ചു. അവിടെ വീട് ആ ഓവറിൽ കിടക്കുന്നുണ്ട്. ഐ ഇൻവൈറ്റഡ് സം ഫ്രണ്ട്സ് ഓവർ ഫോർ ഡിന്നർ. അപ്പം നമ്മൾ എവിടെ താമസിക്കുന്നത്, അതാണ് നമ്മുടെ വീട് കേട്ടോ. ഐ ഇൻവൈറ്റഡ് സം ഫ്രണ്ട്സ് ഓവർ ഫോർ ഡിന്നർ. അപ്പോൾ അവിടെ ആ ഓവർ കിടക്കണോണ്ട് അതിൻ്റെ അർത്ഥം നമ്മൾ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി കുട്ടികൾക്ക് ട്രീറ്റ് കൊടുത്തു, ഫ്രണ്ട്സിന് ട്രീറ്റ് കൊടുത്തു എന്നല്ല, പകരം വീട്ടിലേക്ക് ക്ഷണിച്ചു എന്ന് തന്നെയാണ്. അപ്പോൾ വീട് എവിടെ, അതാണ് ഈ ഓവർ എന്ന് പറഞ്ഞത്. അതാണ് വീട്ടിലേക്ക് ക്ഷണിച്ചു എന്ന് പറയാൻ ഐ ഇൻവൈറ്റഡ് സം ഫ്രണ്ട്സ് ഓവർ ഫോർ ഡിന്നർ. അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ, ഓ അവർ നല്ല ആൾക്കാരാട്ടോ, നീ എന്താ അവരെ വീട്ടിലേക്ക് വിളിക്കാത്തേ. വൈ ഡോണ്ട് യു ആസ്ക് ദം ഓവർ സം ടൈം. കേട്ടോ, ആസ്ക് ദം ഓവർ സം ടൈം. എപ്പോഴെങ്കിലും അവരെന്താ വീട്ടിലേക്ക് വിളിക്കാത്തത്. അപ്പോൾ വീട് എവിടെ, ആ ഓവറിലെ വീട് കിടക്കുന്നുണ്ട്. വൈ ഡോണ്ട് യു ആസ്ക് ദം ഓവർ സം ടൈം. എപ്പോഴെങ്കിലും അവർ വീട്ടിലേക്ക് വരാൻ പറയുമോ, അതാണ് അതിൻ്റെ അർത്ഥം. ഇനി വീണ്ടും 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 പറയില്ലേ ചില കാര്യങ്ങൾ കുട്ടികളുടെ, നമ്മൾ എത്ര തവണ ഞാൻ നിൻ്റെ അടുത്ത് പറയണം, ഞാൻ നിൻ്റെ അടുത്ത് പല വട്ടം പറയുമെന്ന് പറഞ്ഞില്ലേ, അത് ഈ റിപ്പീറ്റഡ് ആയി പറയുന്നതിന് ഓവർ ആൻഡ് ഓവർ എന്ന് പറയും. ഐ ടോൾഡ് യു ഓവർ ആൻഡ് ഓവർ നോട്ട് ടു പ്ലേ വിത്ത് ദ ഫോൺ. നിങ്ങൾക്ക് കുട്ടികളുള്ള വീട്ടുകാർ എന്തായാലും ഈ ഓവർ ആൻഡ് ഓവർ യൂസ് ചെയ്തിട്ടൊരു സെൻറ്റൻസ് കുട്ടികളുടെ പറയണം കേട്ടോ. ഐ ടോൾഡ് യു ഓവർ ആൻഡ് ഓവർ നോട്ട് ടു പ്ലേ വിത്ത് ദാറ്റ് തിങ്. ആ സാധനം വെച്ച് കളിക്കരുത് ഞാൻ പലവട്ടം, ആ റിപ്പീറ്റഡ് ആയിട്ട് പറയാനാണ് ഓവർ ആൻഡ് ഓവർ. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ ഓവർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മുകളിലൂടെ ഇങ്ങനെ പോകുന്നതിന്, പിന്നെ എന്താ പറഞ്ഞത്, ഓൾ ഓവർ യുവർ ഫേസ്, പിന്നെ കവർ ചെയ്യുന്നതിന് പുട്ട് എ ബ്ലാങ്കറ്റ് ഓവർ ഹെർ ലെഗ്സ്, അല്ലെങ്കിൽ പുട്ട് എ കവർ ഓവർ ദ കമ്പ്യൂട്ടർ അല്ലേ. പിന്നെ നമ്മളെന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് വരൂ, കം ഓവർ സം ടൈം എന്ന് വെച്ചാൽ വീട്ടിലേക്ക് വരും എന്നാണ് അർത്ഥം. കം ഓവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവൈറ്റ് സമ്മൺ ഓവർ ഫോർ ഡിന്നർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് ക്ഷണിക്കണം എന്നാണ് അർത്ഥം. അപ്പോൾ വീട്ടിലേക്ക് എന്നൊരു അർത്ഥം കേട്ടോ. അപ്പോൾ അടുത്ത ആശാനാണ് എബവ്. ഇപ്പോൾ കൺഫ്യൂഷൻ വരാനുള്ളത് എബവ് ആണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് എബവ് വരാത്തതെന്ന് ഇപ്പോൾ ഓൾറെഡി ചിലപ്പോൾ ആൾക്കാർ കമൻറ്റിൽ ഇട്ടിട്ടുണ്ടാവും, ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ പറഞ്ഞുതരാൻ കാര്യം, നമ്മൾ ഓവറും എബവും വേണമെങ്കിൽ ചില സെൻറ്റൻസുകളിൽ വരാം, ഒരേപോലെ വരാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ദ പ്ലെയിൻ വെൻറ്റ് അബവ് ദ ക്ലൗഡ്സ്. ക്ലൗഡ്സിൻ്റെ മുകളിലൂടെ പ്ലെയിൻ പോയി. അതിന് തന്നെ വേണമെങ്കിൽ ദ പ്ലെയിൻ വെൻറ്റ് ഓവർ ദ ക്ലൗഡ്സ്, അങ്ങനെയും പറയാം. എവിടെയാണ് പ്ലെയിൻ പോയത്, അത് ആ മേഘത്തിൻ്റെ മുകളിലൂടെ പോയി. ദ പ്ലെയിൻ വെൻറ്റ് ഓവർ ദ ക്ലൗഡ്സ്, അല്ലെങ്കിൽ ദ പ്ലെയിൻ വെൻറ്റ് അബവ് ദ ക്ലൗഡ്സ്. അല്ലെങ്കിൽ വേറൊരു ഉദാഹരണം, നമ്മൾ ഒരു പിക്ചർ നമുക്ക് ഗിഫ്റ്റായിട്ട് ഇട്ടിരുന്നു, അത് വി ഹങ് ഇറ്റ് ഓവർ ദ ടേബിൾ ഉണ്ട്, അതിൻ്റെ മുകളിൽ അതിനെ തൂക്കിയിട്ടു. വി ഹങ് ദ പിക്ചർ ഓവർ, അല്ലെങ്കിൽ വി ഹങ് ദ പിക്ചർ അബവ് ദ ടേബിൾ. ഇവിടെയൊക്കെ നമുക്ക് ഓവറോ എബവോ ഉപയോഗിക്കാം, രണ്ട് യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ ഇനി പറയാൻ പോണ സ്ഥലത്ത് നിങ്ങൾ അബവ് യൂസ് ചെയ്യാൻ പറ്റില്ല. ദേ വാക്ക്ഡ് ഓവർ ദ ബ്രിഡ്ജ് എന്നാണ് പറയുക, അബവ് ദ ബ്രിഡ്ജ് എന്ന് പറയില്ല. ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ നടന്നു എന്ന് പറയാൻ ഓവർ ദ ബ്രിഡ്ജ്. ദേ വാക്ക്ഡ് ഓവർ ദ ബ്രിഡ്ജ്. ദേ വാക്ക്ഡ് അബവ് ദ ബ്രിഡ്ജ് എന്ന് പറയില്ല. ഓക്കെ. ഇവർ ഞങ്ങളുടെ മുകളിലാണ് താമസിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ അബവ് ആണ് യൂസ് ചെയ്യുക, ഓവർന്ന് ഉപയോഗിക്കില്ല. അവർ ഞങ്ങളുടെ മുകളിലാണെന്ന് പറയാൻ വേണ്ടി ദേ ലിവ് അബവ് അസ്, ദേ ലിവ് ഓവർ അസ് എന്ന് പറയില്ല. അപ്പം മനസ്സിലായോ? നമ്മുടെ മുകളിൽ താമസിക്കുന്നവർക്ക് ദേ ലിവ് അബവ് അസ്, ദേ വാക്ക്ഡ് ഓവർ ദ ബ്രിഡ്ജ്, ദേ വാക്ക്ഡ് അബവ് ദ ബ്രിഡ്ജ് അല്ല. ഓക്കെ. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ബ്ലാങ്കറ്റ് അവളുടെ മുകളിലിട്ടു,
ഷീ പുട്ട് എ ബ്ലാങ്കറ്റ് ഓവർ ഹെർ. അമ്മ വന്നിട്ട് കുട്ടിയുടെ മുകളിൽ ഒരു ബ്ലാങ്കറ്റ് ഇട്ടു. ദേ അല്ലെങ്കിൽ ഷീ പുട്ട് എ ബ്ലാങ്കറ്റ് ഓവർ ഹെർ. അവിടെ എബവ് ഹെർ എന്ന് പറയില്ല. നമ്മൾ മുകളിൽ ഒരു സാധനം കവർ ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ ഓവർ എന്നാണ് പറയുക കേട്ടോ, എബവ് പറയില്ല. രണ്ടിനും നമ്മൾ മുകളിൽ അവളുടെ മുകളിൽ ഒരു ബ്ലാങ്കറ്റ് ഇട്ടു എന്നാണ് പറയുക. പക്ഷേ ഇംഗ്ലീഷിൽ പ്രപ്പോസിഷൻ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഈ സീ ലെവലൊക്കെ വെച്ച് പറയില്ലേ, ഹൈറ്റ് പറയില്ലേ, ഇറ്റ്സ് 500 meters എബവ് സീ ലെവൽ, അങ്ങനെ പറയില്ലേ. ഈ സ്ഥലം കടലിൻ്റെ ആ സീ ലെവലിനേക്കാളും 500 meters മുകളിലാണെന്ന് പറയാൻ വേണ്ടിയിട്ട് എബവ്, ഓവർ പറയില്ല അവിടെ, എബവ് സീ ലെവൽ. ഇറ്റ് ഈസ് 500 meters എബവ് സീ ലെവൽ, നോട്ട് ഓവർ. ഓക്കെ. ഇനി ഇതുമാതിരി നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ 100-ൽ കൂടുതൽ ആൾക്കാർ കംപ്ലയിൻറ്റ് ചെയ്തു, അങ്ങനെ 100-ൽ കൂടുതൽ ആൾക്കാർ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് എബവ് എന്ന് പറയരുത്. ഓവർ 100 people കംപ്ലയിൻറ്റ്, അല്ലെങ്കിൽ 100 തന്നെയല്ല 20 ആണെങ്കിൽ ഓവർ 20 people കംപ്ലയിൻറ്റ്. ഫുഡ് അത്ര ശരിയായിരുന്നില്ല, അതുകൊണ്ട് ഓവർ 20 people കംപ്ലയിൻറ്റ് അബൌട്ട് ദ ഫുഡ്. ഭക്ഷണത്തെക്കുറിച്ച് 20 കൂടുതൽ ആൾക്കാർ കംപ്ലയിൻറ്റ് ചെയ്തിരുന്നു. എബവ് 100 അല്ലെങ്കിൽ എബവ് 20 എന്ന് അവിടെ പറയില്ല. ആൾക്കാരുടെ എണ്ണം കൗണ്ട് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഓവർ എന്നാണ് പറയുക കേട്ടോ. പക്ഷേ സീ ലെവലിൻ്റെ മുകളിൽ എബവ് സീ ലെവൽ, ഓവറല്ല. എനിക്ക് 100-ൽ കൂടുതൽ ഇമെയിൽസ് ഒരു ദിവസം വരാറുണ്ട്. ഇങ്ങനെ പറയും, ഐ ഗെറ്റ് ഓവർ 100 emails a day. എബവ് അല്ല കേട്ടോ, ഐ ഗെറ്റ് ഓവർ 100 emails a day. അപ്പോൾ നമ്പേഴ്സ് ഇങ്ങനെ പറയുമ്പം ഇന്ന ഇതിലേക്കാ കൂടുതൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഓവർ എന്ന് പറയാം. ഓവർ 100 people കംപ്ലയിൻറ്റ്, ഐ ഗെറ്റ് ഓവർ 20 emails a day. മനസ്സിലായോ? അങ്ങനെ ഇത്രയൊക്കെ കൂടുതൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഓവർ എന്നാണ് പറയുക. എബവ് ദ സീ ലെവലാണ് കേട്ടോ, അത് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ വരാനുള്ളൊരു സംശയം, ഓൺ അല്ലെങ്കിൽ ഓൺ ടോപ്പ് ഓഫ്, അതെപ്പോഴാണ് വരിക, അത് മുകളിൽ തന്നെയല്ലേ എന്ന്. ഇപ്പം നമ്മൾ ഒരു സാധനത്തിൻ്റെ മുകളിൽ, തൊട്ട് മുകളിൽ ചേർത്ത് വെക്കുകയാണ് എന്തെങ്കിലും ഒരു സാധനം, അപ്പോൾ നമ്മൾ ഓൺ ആണ് ഉപയോഗിക്കുക. അത് ടേബിളിൻ്റെ മുകളിൽ വെക്കൂ, പുട്ട് ഇറ്റ് ഓൺ ടോപ്പ് ഓഫ് ദി ടേബിൾ, അല്ലെങ്കിൽ ഓൺ ദി ടേബിൾ. ഓൺ ടോപ്പ് ഓഫ് അല്ലെങ്കിൽ ഓൺ, രണ്ടും ഉപയോഗിക്കുക കേട്ടോ. പുട്ട് ഇറ്റ് ഓൺ ദി ടേബിൾ, അപ്പോൾ ടേബിളിൻ്റെ മുകളിലാണ്, ടേബിളിന് തട്ടിയിട്ടാണ് അത് നിൽക്കുന്നത്, അല്ലാതെ ടേബിളിൻ്റെ മുകളിൽ തൂക്കിയിടുകയല്ല ചെയ്യുന്നത്. മനസ്സിലായോ? അബവ് ദ ടേബിൾ, നമ്മൾ ആ നേരത്തെ ഒരു പിക്ചർ ഹാങ് ചെയ്തില്ലേ, അതിനർത്ഥം എന്താ, ഈ പിക്ചർ ടേബിളിന് മുട്ടിയിട്ടല്ല നിൽക്കണേ, മുകളിലാണ്, തട്ടാണ്ടാണ്. പക്ഷേ ഒരു സാധനം ടേബിളിൽ വെക്കുമ്പോൾ തട്ടാണ്ടാണോ ഇരിക്കുന്നത്? അല്ല, അതിന് ടേബിളിന് മുകളിൽ വെക്കുക. ഈ മുകളിൽ രണ്ടർത്ഥമല്ലേ നമ്മുടെ മലയാളത്തിൽ. ഒന്ന് ഒരു പ്രതലത്തിൻ്റെ തട്ടി അതിൻ്റെ മുകളിൽ, മറ്റേത് അതിൻ്റെ മുകളിൽ എന്ന് പറയാൻ വേണ്ടി, അതിനേക്കാളും ഉയരമുള്ള ഒരു സ്പേസിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട്. അതാണ് ഇംഗ്ലീഷിൽ 2-3 വേർഡ്സ് വരുന്നത്. അതാണ് നമുക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത്. അതാണ് ഇത് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം കേട്ടോ. അപ്പോൾ പുട്ട് ഇറ്റ് ഓൺ ടോപ്പ് ഓഫ് ദി ടേബിൾ അല്ലെങ്കിൽ പുട്ട് ഇറ്റ് ഓൺ ദി ടേബിൾ. എനിക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ. ഇനി എല്ലാത്തിനും മുകളിൽ എനിക്കൊരു കുട്ടിയുണ്ട്, അവനാണെങ്കിൽ അസുഖം പിടിച്ചിരിക്കുകയാണ് എന്ന് പറയില്ലേ. എൻ്റെ ബാക്കി എല്ലാ പ്രശ്നങ്ങൾക്കും മുകളിലുള്ള വേറൊരു പ്രശ്നമാണ് അസുഖം പിടിച്ചിരിക്കുന്ന കുട്ടി, അങ്ങനെ പറയില്ലേ. എങ്ങനെയാണ് അത് മലയാളത്തിൽ പറയാം നമ്മളത്? ഞാൻ ഇംഗ്ലീഷ് സെൻസ് പറയാം. ഓൺ ടോപ്പ് ഓഫ് ഓൾ ദി പ്രോബ്ലംസ്, എൻ്റെ എല്ലാ പ്രോബ്ലംസിൻ്റെയും മുകളിൽ ഒരു പ്രോബ്ലം ഉണ്ട്. അതെന്താണ്? ഐ ഹാവ് എ സിക്ക് കിഡ് ടു ടേക്ക് കെയർ ഓഫ്. പനിയും ജലദോഷമായിട്ട് ഇരിക്കുകയാണ്, ഇനി അവനെ എടുക്കണം. വീട്ടിൽ മറ്റേ മരപ്പണി നടക്കുകയാണ്, അതിനിടയ്ക്ക് പുറത്തുനിന്ന് ഗസ്റ്റ് വരുന്നുണ്ട്, അതിൻ്റെ മുകളിൽ ഓൺ ടോപ്പ് ഓഫ് ഓൾ ദീസ് പ്രോബ്ലംസ്, അങ്ങനെ പറയും നമ്മൾ. ഈ എല്ലാ പ്രശ്നങ്ങളുടെയും മുകളിലുള്ളൊരു പ്രശ്നം എന്നുള്ള രീതിയിൽ ഓൺ ടോപ്പ് ഓഫ് ഓൾ ദി പ്രോബ്ലംസ് കോമൺ ആയിട്ട് പറയുന്ന ഒരു സംഭവമാണ്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എല്ലാത്തിനും ഉപരി, എല്ലാത്തിനും മുകളിലായിട്ട് അങ്ങനെ പറയില്ലേ, അതാണ് ഓൺ ടോപ്പ് ഓഫ്. ഓൺ ടോപ്പ് ഓഫ് ഓൾ ദീസ് പ്രോബ്ലംസ് എന്ന് പറയേണ്ട കാര്യമില്ല. ഓൺ ടോപ്പ് ഓഫ് ഓൾ ദീസ് ഐ ഹാവ് എ സിക്ക് കിഡ് ടു ടേക്ക് കെയർ ഓഫ്. എല്ലാ പ്രശ്നവും നമ്മൾ പറഞ്ഞിട്ട് ഇനി ഇതിലുപരി അടുത്തൊരു പ്രശ്നം എന്താ, ഈ കുട്ടിക്ക് സുഖമില്ല, അങ്ങനെ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഓൺ ടോപ്പ് ഓഫ്. അപ്പം നമുക്ക് പഠിച്ച കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. കുറുകെ എന്ന് പറയാൻ വേണ്ടിയിട്ട് അക്രോസ്. 50 പേരിൽ കൂടുതൽ എന്ന് പറയാൻ വേണ്ടി ഓവർ 50 people. ഒരു സാധനം ചുമരിൽ തൂക്കിയിടും എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹാങ് ഇറ്റ് ഓൺ ദ വാൾ. ഒരു ചിത്രം എന്തെങ്കിലും, ഒരു ബാനർ ആണെങ്കിലോ അത് കുറച്ച് നീണ്ടിരിക്കില്ലേ, അക്രോസ് ദ വാൾ അല്ലേ. സ്ട്രങ് ഇറ്റ് അക്രോസ് ദ വാൾ. ആ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? ഒരു കയറുള്ള സാധനമല്ലേ സ്ട്രിങ്. ഒരു ബാനർ എന്ന് പറഞ്ഞാൽ ഒരു കയറിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ തൂക്കിയിടുന്നതല്ലേ. ഒരു ഇപ്പോൾ എന്താ പറയുക, വലിയൊരു തുണി തൂക്കിയിടാം, അല്ലെങ്കിൽ ചെറിയ ഡെക്കറേഷൻസ് തൂക്കിയിടാം, അതാണ് ബാനർ. അപ്പോൾ ആ ബാനർ നമ്മൾ കുറുകെയാണ് തൂക്കിയിടുന്നത്. അതാണ് നമ്മൾ മലയാളത്തിൽ അങ്ങനെ കുറുകെന്നൊന്നും ചിലപ്പോൾ ഉപയോഗിക്കില്ല, പക്ഷേ ഇംഗ്ലീഷിൽ അക്രോസ് ദ വാളാണ് വരിക. പിന്നെ ത്രൂ, ഉള്ളിൽ കൂടെ കണ്ടു നോക്കി എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ത്രൂ ദ വിൻഡോ, ത്രൂ ദ ബൈനോക്കുലേഴ്സ്. നമ്മളിങ്ങനെ പാർക്കിൽ കൂടെ നടക്കാൻ ത്രൂ ദ പാർക്ക് എന്ന് ഉപയോഗിക്കാം. പാർക്ക് കുറുകെ പോകുമ്പോഴാണ് അക്രോസ് ദ പാർക്ക്. പിന്നെ നമുക്ക് അബവ് സീ ലെവൽ, ഓവർ സീ ലെവൽ, ഇത്ര മീറ്റേഴ്സ് അബവ് സീ ലെവൽ, അങ്ങനെ പറയാം. പിന്നെ നമ്മൾ പഠിച്ചെന്താ, ഒരു
കവർ ചെയ്ത് വെക്കണമെങ്കിൽ അത് വരിക പുട്ട് ബ്ലാങ്കറ്റ് ഡാഷ് ദ ടി വി, ടി വിനൊന്ന് പുതച്ച് വെക്കാമെന്ന് വിചാരിച്ചോ. അല്ലെങ്കിൽ എന്താ പറയുക, പുട്ട് എ ക്ലോത്ത്, ഒരു തുണി ടി വിയുടെ മുകളിൽ ഇട്ടോളൂ. അങ്ങനെ പറയാം, പുട്ട് എ ക്ലോത്ത് ഓവർ, കവർ ചെയ്യുമ്പോൾ ഓവറിന് ഉപയോഗിക്കാം. മനസ്സിലായോ? വാച്ച് വാച്ച് ടേബിളിൻ്റെ മുകളിൽ വെക്കുന്ന എങ്ങനെ പറയാം, പുട്ട് ദ വാച്ച് ഓൺ ദ ടേബിൾ. കാരണം ടേബിളിൻ്റെ പ്രതലത്തിൻ്റെ മുകളിലാണ് വെക്കുന്നത്, ഓൺ ദ ടേബിൾ. അപ്പോൾ ക്ലിയർ ആയോ? അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ അറിയിക്കുക. സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കുക. ചില കാര്യത്തിന് അബവ് ഓവർ രണ്ടും ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അങ്ങനത്തെ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഏത് വേണമെങ്കിലും യൂസ് ചെയ്തോളൂ. അല്ലാത്ത കുറച്ച് വ്യത്യാസം വരുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പ്രപ്പോസിഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേറൊരു പ്രപ്പോസിഷൻ്റെ വീഡിയോ ഉണ്ട്. എല്ലാ പ്രപ്പോസിഷനും കൂടെ ഒറ്റ വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ ഇൻ, ഓൺ, അറ്റ് ഒക്കെ നന്നായിട്ട് പഠിക്കണമെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ ലിങ്ക് ചെയ്യാം കേട്ടോ, കണ്ടു നോക്കൂ. ഇവിടെ കൊടുക്കാം കേട്ടോ ലിങ്ക്. പിന്നെ എൻ്റെ കോഴ്സിൻ്റെ ലിങ്ക് ഇവിടെ തന്നെ ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കോഴ്സിൻ്റെ പേജിലേക്ക് പോവാം. നിങ്ങളുടെ ലെവൽ ടെസ്റ്റ് ഉണ്ട്, അതൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഏത് ലെവലാണ് അതനുസരിച്ച് എടുക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇമെയിൽ അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കുക. അടുത്ത ദിവസം വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.